ഇന്ത്യ 114 റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങുന്നുണ്ടോ പ്രിയ? അതെ. 114 യുദ്ധവിമാനങ്ങൾ, റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള കരാറിലേക്ക് ഇന്ത്യ പോവുകയാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മളുടെ കരുത്തറിയിച്ച യുദ്ധവിമാനങ്ങളിലൊന്നാണ് റഫാൽ എന്ന് പറയുന്നത്. സുഖോയ് Su-37 ഉണ്ടായിരുന്നു, മിറാഷ് ഉണ്ടായിരുന്നു, റഫാൽ ഉണ്ടായിരുന്നു. ഇത്രയും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പാകിസ്ഥാനെ അടിച്ച് തകർത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഫാൽ. ആ റഫാൽ എന്ന് പറയുന്ന യുദ്ധവിമാനം, സ്റ്റെൽത്ത് വിമാനമാണ്. ആ വിമാനത്തെയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അതിൻ്റെ അന്തിമ കരാർ ഏതാണ്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇമ്മാനുവൽ മക്രോൺ ഈ പറയുന്ന 18-ാം തീയതി ഇന്ത്യയിലെത്തുന്നുണ്ട്. ഇന്ത്യയിലൊരു സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണ് എത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മിറ്റ്. ആ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് എത്തുന്നതാണ് മക്രോൺ എത്തുമ്പോൾ ഈ പറയുന്ന റഫാലിൻ്റെ കാര്യം കൂടി ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കരാർ ഒപ്പിടും എന്നാണ് പറയുന്നത്. അതായത് ആദ്യ കരാർ നമുക്കറിയാം, റഫാൽ എന്ന് പറയുന്ന യുദ്ധവിമാനം ഇന്ത്യ വാങ്ങാൻ പോകുന്നത് 2016 ആദ്യ കരാർ ഒപ്പിട്ടത് 36 എണ്ണമാണ് അന്ന് വാങ്ങിയത്. ഈ വാങ്ങുന്ന കരാർ ഒപ്പിടാൻ നേരത്ത് ഇവിടെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് വലിയ അഴിമതി ആരോപണം കൊണ്ടുവന്നു. അത് അഴിമതിയാണെന്ന് പറഞ്ഞു, വലിയ പ്രശ്നമാണ്, വില കൂട്ടിയാണ് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ പോയി. അവസാനം സുപ്രീം കോടതി ഈ കേസെല്ലാം തള്ളിക്കളഞ്ഞു. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വെടിപൊട്ടിക്കുന്ന ആളാണല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ പറയുന്ന SIR-നെതിരെ വന്നു. ഈ പറയുന്ന മറ്റേ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഒന്നും ഇല്ല, എല്ലാം തകർന്ന് അടിഞ്ഞു പോയി എന്നുള്ളതാണ്. ആ തകർന്നടിയലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന റഫാൽ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാൾ പാടിക്കൊണ്ട് നടന്നു. അതും പൊളിഞ്ഞ് തകർന്നടിഞ്ഞ് ഒന്നുമില്ലാതെ പോയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന അഴിമതി ആരോപണമൊക്കെ വെറുതെയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യുദ്ധവിമാനം വാങ്ങുന്നത് സോഴ്സ് കീ ഉൾപ്പെടെയാണ്. നമ്മൾ അതിൻ്റെ ടെക്നോളജി ഉൾപ്പെടെയാണ് നമ്മളിവിടെ വാങ്ങുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒന്നാം ഘട്ടമായിട്ടാണ് 2016 ഈ പറയുന്ന 36 വിമാനങ്ങൾ വാങ്ങിയത്. രണ്ടാം ഘട്ടം 2025 ഏപ്രിലാണ് നമ്മൾ ഒപ്പുവെച്ചതെന്നാണ്. ആ ഒപ്പിട്ടത് എന്ന് പറയുന്നത് നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് 26 റഫാൽ അതായത് മറൈൻ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറാണ് ഒപ്പിട്ടത്. അത് നമ്മുടെ INS വിക്രാന്ത്, INS വിക്രമാദിത്യ തുടങ്ങിയ എയർക്രാഫ്റ്റ് കാരിയറുകളിൽ വിന്യസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2028 കൂടിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇനി മൂന്നാം ഘട്ടമാണ് 114 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കരാറിലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് എന്നുള്ളതാണ്. അന്തിമ ഘട്ടത്തിലേക്ക് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഫോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. 3.25 ലക്ഷം കോടി രൂപ ചെലവഴിച്ചാണ് ഈ സോഴ്സ് കീ ഉൾപ്പെടെ ഉള്ളത് വാങ്ങുന്നതെന്നാണ്. അപ്പോൾ ആദ്യം ഈ 18 യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യക്ക് കൈമാറാനാണ് അടിയന്തര ആവശ്യമായിട്ട് 18 യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് കൈമാറും. ബാക്കിയുള്ളത് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. അതായത് ഏതാണ്ട് 96ഓളം യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 60% സാമഗ്രികളും ഇന്ത്യയിൽ തദ്ദേശീയമായിട്ടുള്ളത് തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ 80% റഫേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും എന്നുള്ളതാണ്. അതിൽ 88 സിംഗിൾ സീറ്ററുകളും 26 ട്വിൻ സീറ്റ് യുദ്ധവിമാനങ്ങളുമാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡസോൾട്ട് ഏവിയേഷനും ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളും കൂടെ ചേർന്നിട്ടായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് ബോർഡ് ഇതിനുള്ള ക്ലിയറൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഔദ്യോഗിക നടപടി, നേരത്തെ പറഞ്ഞു തന്നെ ഔദ്യോഗിക നടപടികൾ ഇമ്മാനുവൽ മക്രോൺ വരുമ്പോൾ ഒപ്പിടുന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ കൂടിയാണ്, കമ്പനികളല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ വ്യോമസേനയ്ക്കുള്ളത് 30 സ്ക്വാഡ്രനാണ്. എന്നാൽ ശരിക്കും നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ 42 സ്ക്വാഡ്രനാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ചൈനയൊക്കെ ഉയർത്തുന്ന ഈ മേഖലയിലുള്ള ഭീഷണികളെ ചെറുക്കാൻ വേണ്ടിയിട്ട് കരുത്തുറ്റ ഒരു വ്യോമസേന നമുക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കരാർ പൂർത്തിയാകുന്നതോടെ നമുക്ക് 150 യുദ്ധവിമാനങ്ങളായി നമ്മളുടെ റഫാലിൻ്റെ എണ്ണം വർദ്ധിക്കും. 150, പിന്നെ ഒരു 26 എണ്ണം നാവികസേനയ്ക്ക് ഉണ്ടാവും. അപ്പോൾ 150, 26, 176 യുദ്ധവിമാനങ്ങൾ, റഫേലിൻ്റെ 176 എണ്ണം ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടാകും ഈ കരാർ നടപ്പിലായി കഴിയുമ്പോൾ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകത. ഈ റഫാൽ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറെക്കുറെയൊക്കെ നമുക്കറിയാം, ഇതൊരു സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. 4.5 ഈ പറയുന്ന ജനറേഷനിൽ വരുന്ന യുദ്ധവിമാനമാണ്. പിന്നെ അതുപോലെ തന്നെ മീറ്റിയോർ, സ്കാൽപ്പ്, ഹാമർ തുടങ്ങിയ മിസൈലുകൾ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് ലേസർ ഗൈഡഡ് ബോംബുകളൊക്കെ ഇതിൽ വഹിക്കാൻ കഴിയുമെന്നുള്ളത് ഇതിൻ്റെ വലിയ പ്രത്യേകതയാണ്. സോഴ്സ് കീയോടുകൂടി ഈ പറയുന്ന ഇത് കിട്ടുന്നപ്പോൾ അത് നമുക്കുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ
ആയുധങ്ങൾ കൂടി തദ്ദേശീയമായി നിർമ്മിക്കുക കൂടിയല്ല. അപ്പം നമ്മുടെ ആയുധങ്ങൾ കൂടി ഇതിൽ ഘടിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെഗാ ഡീലാണ് നടക്കുന്നത്, ഒരു വലിയ ഡീലാണ്, വമ്പൻ പദ്ധതിയാണ്. അപ്പോൾ വൻ കരാറാണ്. ആ കരാറിലൂടെ സാധാരണ ഈ സോഴ്സ് കോഡ് ആരും കൊടുക്കാറില്ലല്ലോ അല്ലേ? പലപ്പോഴും കൊടുക്കില്ല. അതായത് അതാണ് ഈ F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങാത്തതിൻ്റെ കാരണം. കാരണം അവൻ അവിടെ ഇരുന്നിട്ട് ഒരു സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന വിമാനം പറക്കില്ല. അപ്പോൾ അതെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സോഴ്സ് കീ കിട്ടുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായിട്ട് നമുക്ക് വികസിപ്പിക്കാൻ, നമുക്കത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഈ സുഖോയ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനും ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളത് കാരണം അതാണ്. അപ്പൊ സുഖോയ് ഈ ബന്ധം അത്രത്തോളം ഊഷ്മളമായിട്ടുണ്ട്. അതെ, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം കുറെ കൂടി ഊഷ്മളമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകത. അത്യാധുനിക സവിശേഷതകൾ ഉള്ളതാണ് യുദ്ധവിമാനം എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പറയുന്ന F4, F5 സ്റ്റാൻഡേർഡുകൾ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പുതിയ വിമാനങ്ങൾക്ക് ഒരുപാട് കരുത്തുണ്ട് എന്നുള്ളതാണ് ഈ F4, F5 പ്രത്യേകതകളുടേത്. അത് പ്രധാനമെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ്, സ്റ്റെൽത്ത് ശേഷി. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്താനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതെല്ലാം തന്നെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു പൈലറ്റിംഗ് സംവിധാനമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആ പൈലറ്റിന് ഇതിൻ്റെ എല്ലാം സഹായങ്ങൾ ലഭിക്കുമെന്നുള്ളത് കൂടി വലിയ പ്രത്യേകതയാണ്. അപ്പോൾ വിമാനത്തിൻ്റെ കാര്യങ്ങൾ കുറേയേറെ വിമാനത്തിന് സ്വയം തീരുമാനിക്കാൻ കഴിയും. ഇപ്പോൾ ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായി അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനെ സ്വയം നിയന്ത്രിക്കാനും കൂടെ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ സ്വന്തം മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, രുദ്രം, അസ്ത്ര തുടങ്ങിയതൊക്കെ. അപ്പോൾ ഇത്തരം ഇവയൊക്കെ റഫേലിൽ ഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്, അതിനുള്ള സാങ്കേതിക വിദ്യ കൂടിയാണ് ഈ കരാറിലൂടെ ലഭിക്കുന്നതെന്നാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇതിന് ഏറ്റവും അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യക്ക് വലിയ നേട്ടം ഈ പറയുന്ന റഫാലുകൾ വാങ്ങുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതുപോലെ തന്നെ ഈ മീറ്റിയോർ എന്ന് പറയുന്ന ഈ മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ മീറ്റിയോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ കഴിയും എന്നുള്ളതാണ്. സ്കാൽപ്പ് എന്ന് പറയുന്ന മിസൈലിൻ്റെ പ്രത്യേകത ശത്രുരാജ്യങ്ങളുടെ ഉള്ളിലേക്ക് കയറി കൃത്യമായിട്ട് ആക്രമണം, പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ കഴിയുന്നതാണ് ഈ പറയുന്ന സ്കാൽപ്പ് എന്ന് പറയുന്ന മിസൈലിൻ്റെ പ്രത്യേകത. ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും ബോംബ് വർഷിക്കാൻ കഴിയുന്ന സംവിധാനമാണ്. അതായത് രാത്രിയോ പകലോ എന്നില്ലാതെ മഴയായാലും എന്ത് കാലാവസ്ഥയിൽ, തണുപ്പായാലും അതികഠിനമായ ചൂടുള്ള സാഹചര്യത്തിലായാലും കൃത്യമായി ചെന്ന് ആക്രമണം നടത്തി തിരിച്ചു വരാൻ കഴിയുന്നതാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ വിമാനത്തിൻ്റെ പ്രത്യേകത. അത് മാത്രവുമല്ല, അതിൽ ഘടിപ്പിക്കുന്ന ഈ ഹാമർ എന്ന് പറയുന്ന മിസൈൽ ബോംബിൻ്റെയും പ്രത്യേകത അതാണ്. ശത്രുവിനെ കൃത്യമായി അടിച്ച് തകർക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രത്യേകതകളുള്ള യുദ്ധവിമാനമാണ് ഈ പറയുന്ന റഫാൽ. ആ റഫാൽ ഇന്ത്യയുടെ ഭാഗമാകുന്നു, ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നു. അതിഗംഭീരമായ ശേഷിയിലേക്ക്, സൈനിക ശേഷിയിലേക്ക് ഇന്ത്യ മാറുമെന്നുള്ളതാണ്. ഈ പറയുന്ന കരാറ് ഒന്നുമില്ലാതെ, അതായത് ഈ പറയുന്ന ടെക്നോളജിയുടെ ട്രാൻസ്ഫർ പോലും ഇല്ലാതെയാണ് കോൺഗ്രസ് ഈ റഫാലിന് വേണ്ടിയിട്ടുള്ള കരാറിന് തയ്യാറെടുത്തത്. പക്ഷെ നമ്മളതെല്ലാം പൊളിച്ചെഴുതി രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. അന്ന് ബഹളം വെച്ചവരൊക്കെ ഇന്ന് നാണം കെട്ടിരിക്കുകയാണ്. കാരണം യുദ്ധവിമാനങ്ങൾ എത്ര വീണു എന്ന് ചോദിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അവിടേക്കാണ് നമ്മളുടെ യുദ്ധവിമാനങ്ങൾ, കൂടുതൽ യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ പോകുന്നത്. ഇന്ത്യയുടെ കരുത്തും ഇന്ത്യയുടെ ഉൽപ്പാദന ശേഷിയും, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന രംഗത്ത് വലിയ കുതിപ്പുണ്ടാകാൻ പോകുന്നത്. ഇന്ത്യക്ക് ഒരു വലിയ ടെക്നോളജി കൂടിയാണ് സ്വന്തമാകുന്നത്. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ കാവേരി എഞ്ചിൻ, പഴയ എഞ്ചിൻ, പിന്നെ അതുപോലെ തന്നെ തേജസ്സിലേക്ക് ഘടിപ്പിക്കേണ്ട എഞ്ചിൻ, അതിൻ്റെയൊക്കെ ആ എഞ്ചിനൊക്കെ നമ്മൾ അമേരിക്കയുടെ നിന്ന് വാങ്ങിച്ചതാണ് പോലും. ഇനി അത് വേണ്ടി വരില്ല. ഇന്ത്യക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിൻ്റെ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ശേഷിയിലേക്ക് ഇന്ത്യ ഉയരാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനകത്തേക്ക് പ്രവേശിക്കാനാകും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ. അപ്പോൾ നിങ്ങൾക്ക് യഥാസമയത്ത് ഇന്ത്യ ലൈവിൻ്റെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ ഷെയർ ചെയ്യണം. മറ്റുള്ളവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം.